ഇത് ആദ്യമായല്ല ഇത്തരമൊരു ഹണി ട്രാപ്പ് പുറത്തു വരുന്നതെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഹണി ട്രാപ്പിലൂടെ ഹമാസ് തങ്ങളുടെ സൈനികരിൽ നിന്ന് വിവരങ്ങൾ ചോർത്തുന്നതായി കഴിഞ്ഞ മാസം ഇസ്രായേൽ പ്രതിരോധ സേന സൂചിപ്പിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ ഇസ്രായേൽ പ്രതിരോധ സേന നശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഹണി ട്രാപ്പിന് നേതൃത്വം നൽകുന്നത് ഇറാനാണെന്നും സൈനികരെ വശീകരിക്കുവാൻ സ്ത്രീകളുടെ വോയിസ് റെക്കോർഡിങ്ങുകളും വീഡിയോ കോളുകളും ഉപയോഗിക്കുന്നുണ്ടെന്നും IDF പറഞ്ഞിരുന്നു. ഈ പ്രൊഫൈലുകൾ ബ്ലോക്ക് ചെയ്യുവാൻ സോഷ്യൽ മീഡിയ സൈറ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഫേക്ക് അക്കൗണ്ടുകൾ വഴി സൈനികരുമായി ബന്ധപ്പെടുകയും ഹമാസിനു വേണ്ടി വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി കത്തിടപാടുകൾ, വോയിസ് റെക്കോർഡിങ്ങുകൾ, വീഡിയോ കോളുകൾ എന്നിവയിലൂടെ നിരന്തരമായി ബന്ധപ്പെട്ടിരുന്നു. 1000-ഓളം സൈനികർ ഇരകളായിട്ടുണ്ടെന്നാണ് കണക്ക്. ഇവരുടെ വിശ്വാസ്യത പിടിച്ചുപറ്റാൻ വ്യാജ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും എന്ന വ്യാജേന കൂടുതൽ വ്യാജ പ്രൊഫൈലുകൾ സൃഷ്ടിച്ചിരുന്നു. സൈനികർ ഗാസയിൽ പ്രവേശിക്കുന്നത് എപ്പോഴാണെന്നടക്കം ഇവർ സൈനികരിൽ നിന്ന് മനസ്സിലാക്കിയിരുന്നു. അതേസമയം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ജോ ബൈഡൻ സ്വീകരിക്കുന്ന നയനിലപാടുകളെ എതിർത്ത് ഭൂരിഭാഗം അമേരിക്കക്കാരും